ശ്രീയിൽ വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ച് CPI മുഖപത്രം. വിദ്യാഭ്യാസ മന്ത്രിയുടേത് ഏകപക്ഷീയമായ പ്രഖ്യാപനമെന്ന് ജനയുഗം എഡിറ്റോറിയൽ. ചർച്ചകളുടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിക്കുന്ന നടപടിയാണിതെന്നും മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാന ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്നും ഈ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. ആദ്യഘട്ട വിരട്ടലും എതിർപ്പും വില പോകാത്തതിൽ CPIക്കുള്ളിൽ മുറുമുറുപ്പ് തുടരുന്നതിനിടയിലാണ് ഈ മുഖപത്രത്തിലെ എഡിറ്റോറിയലും രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഒറ്റ ചോദ്യമേ ഉള്ളൂ, മുഖം രക്ഷിക്കാനാണ് ഈ എഡിറ്റോറിയൽ? അശ്വതി, തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPM-ഉം CPI-യും മുഖം നേർക്കുനേർ ഇത്തരത്തിലൊരു പ്രശ്നവുമായി രംഗത്ത് വരുന്നു. അതായത് PM ശ്രീ നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് CPM ഏറ്റവും കൂടുതൽ അതായത് നിലപാട് വ്യക്തമാക്കിയതെന്ന് തന്നെയാണ്. ഇന്നലെ 10:30യോടുകൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. CPI-യുടേത് 12:30യോടുകൂടി ചേരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വലിയ രീതിയിൽ PM ശ്രീയെ എതിർത്തിരുന്നുവെങ്കിലും വളരെ കൃത്യമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നൊരു കാര്യം വ്യക്തമായി ശിവൻകുട്ടി പിന്നീട് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വമാണ് ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സമവായ നീക്കത്തിലേക്ക് CPM CPI എത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ CPIക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കുവാൻ ഒരിക്കലും കഴിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും PM ശ്രീയെ വലിയ രീതിയിൽ എതിർത്തവർ തന്നെയാണ് ഇപ്പോൾ ഈ PM ശ്രീക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് സർക്കാരിന് വൈകി വന്ന വിവേകം. അതാണ് PM ശ്രീ. എന്തായാലും ആ ഒരു വിവേകം ഈ അന്തിമഘട്ടത്തിലെങ്കിലും CPIക്ക് വരാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും സമവായമാകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ടോ PM ശ്രീ? അശ്വതി, തീർച്ചയായും എടുത്തു പറയേണ്ടത് ഈ കത്തുകൾ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളെ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് CPI വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ചേരിപ്പോരുകൾ രൂക്ഷമായി തുടരുമ്പോഴും മന്ത്രിസഭയിൽ ഉൾപ്പെടെ മന്ത്രിമാർ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ പോലും കൃത്യമായ നിലപാടുകൾ സംസ്ഥാന സർക്കാർ അതായത് PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് എടുത്തത്. ഇന്നലെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും തങ്ങൾ പിന്മാറില്ല, PM ശ്രീ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ട പ്രപ്പോസലുകൾ ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് എത്ര സ്കൂളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റുകൾ ഇന്നലെ തന്നെ തയ്യാറാക്കി എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ചേരിപ്പോര് രൂക്ഷമാവുന്ന ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അശ്വതി, എന്തായാലും വരും തിരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. നിലപാടുകൾ മാറുന്നു, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിന് ഇതുമായി പറയുവാൻ യാതൊരു തരത്തിലുള്ള കോൺഗ്രസിന് ശബ്ദമില്ല എന്നത് തന്നെയാണ് MV ഗോവിന്ദൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഈ ഗുണഫലങ്ങൾ കിട്ടുന്നതിന് എന്തിനാണ് ഇത്ര എതിർപ്പുണ്ടായിരുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നൊരു കാര്യം. ഇനി ഈ ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഈ തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ കൃത്യമായി ഈ ഫണ്ടുകളൊക്കെ സംസ്ഥാന സർക്കാരിന് നൽകുമ്പോൾ അത് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തുന്നുണ്ടോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അശ്വതി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.